നമസ്കാരം. നമ്മുടെ ചാനലുകളൊക്കെ ദിവസങ്ങളോളം ചർച്ച ചെയ്യുകയും നമ്മുടെ നിയമസഭകളിൽ പോലും ചർച്ച നടക്കുകയും നിയമം സ്തംഭിക്കുകയും ഇറങ്ങിപ്പോക്കുമൊക്കെ നടന്ന ഒരു വിഷയമാണ് SFIO. അതായത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഒരു പണിയും ചെയ്യാതെ കരിമണൽ കർത്തായുടെ നിന്ന് കാശ് വാങ്ങി എന്നുള്ളതും അത് മലയാള മനോരമ ലേഖകൻ പുറത്തു കൊണ്ടുവരികയും ചെയ്തൊരു വാർത്തയുടെ പുറത്തായിരുന്നു SFIO അന്വേഷണം ഉണ്ടായതും. ആ അന്വേഷണത്തിൻ്റെ അവസാന ഭാഗത്ത് ദില്ലി ഹൈക്കോടതിയിൽ അതിനെതിരെയുള്ള വാദങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ വാദങ്ങളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്ന സമയത്താണ് ഇവിടെ നിന്നും നമ്മുടെ മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി കാണാൻ പോയി. SFIOയുടെ കൺട്രോൾ ധനകാര്യ വകുപ്പിൻ്റെ കീഴിലാണ്. അവിടെ പുട്ടും കടലയും അപ്പവും മീൻകറിയോ എന്തൊക്കെയോ കൊടുത്ത് നടന്ന ചർച്ചയുടെ പരിണിത ഫലം എന്ന് പറയട്ടെ, ദില്ലി ഹൈക്കോടതിയിലെ ജഡ്ജി, ഈ കേസ് കേട്ടിരുന്ന ജഡ്ജി ചന്ദ്രധാരി സിംഗ് എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹത്തെ അവിടെ നിന്നും അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. കഴിഞ്ഞ 8 മാസമായിട്ടായിരുന്നു ഈ കേസിൻ്റെ വിചാരണ നടന്നത്. ആ വിചാരണ സസൂക്ഷ്മം അദ്ദേഹം എല്ലാ ദിവസവും കേൾക്കുകയും അത്യാവശ്യമായ കാര്യങ്ങൾ കക്ഷികളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ മാസം അതിൻ്റെ വിധി പറയാൻ വെച്ചിരുന്ന സമയത്താണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനെ നിങ്ങൾ അതിശയകരമായിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലോ കണ്ടോ, മുഖ്യമന്ത്രി വിചാരിച്ചാൽ മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ പറ്റും എന്നിപ്പോൾ മനസ്സിലായില്ലേ. പറ്റുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ ലാവലിൻ കേസ് 365 കോടി രൂപ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ട ലാവലിൻ കേസ് എത്ര പ്രാവശ്യമായിട്ട് 39-40 പ്രാവശ്യമായിട്ടാണ് സുപ്രീം കോടതിയിൽ മാറ്റിവെക്കപ്പെടുന്നത്. ഇന്ത്യയുടെ പരമോന്നത നീതി പീഠത്തിൽ മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ ഒരു ഹൈക്കോടതിയിൽ അത് മാറ്റിവെക്കുവാനോ മാറ്റിവെപ്പിക്കുവാനോ സാധിക്കുമെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും വിധി പറയാൻ ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി പുതിയ ജഡ്ജി വന്ന് അദ്ദേഹത്തിൻ്റെ സൗകര്യം പോലെ വേണമെങ്കിൽ കേസ് വീണ്ടും കേട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു സമയത്ത് വിധി പറഞ്ഞാൽ മതി. അത്രയും നാളത്തേക്ക് വീണ വിജയൻ സ്വസ്ഥമായി ജീവിക്കാം, വീണ്ടും ഈ മാസപ്പടി കിട്ടുന്നെങ്കിൽ വാങ്ങിക്കൊണ്ടിരിക്കാം എന്നുള്ള വസ്തുതയിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. മൂക്കത്ത് വിരൽ ചൂണ്ടിയിട്ടും കാര്യമൊന്നുമില്ല. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പല കേസുകളിലും വിധി പറയുവാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങൾക്കെതിരായി വിധി പറഞ്ഞ ജഡ്ജിമാർ നടക്കാൻ പോകുന്ന സമയത്ത് വണ്ടി ഇടിച്ച് മരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ജഡ്ജിമാർ ചില ഹോട്ടൽ മുറികളിൽ മരിച്ചു കിടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. തങ്ങൾക്ക് വഴങ്ങാത്തവരെ ഏതൊക്കെ രീതിയിൽ വഴങ്ങി ആ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് പഠിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ എന്ന കാര്യം വിസ്മരിക്കരുത്. ഇതിനകത്ത് അതിശയകരമായ ഒന്നുമില്ല എന്നൊക്കെ തോന്നിയേക്കാം. സ്വാഭാവികമായൊരു സ്ഥലം മാറ്റം എന്നൊക്കെ പറയാം. അങ്ങനെ സ്വാഭാവികമായ സ്ഥലം മാറ്റമാണെങ്കിൽ അദ്ദേഹത്തെ ജൂണിലേക്ക് മാറ്റിയാൽ മതിയല്ലോ. സാധാരണഗതിയിൽ ജൂൺ ജൂലൈ സമയങ്ങളിലേക്കാണ് ഇത്തരം സ്ഥലം മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തെ മാറ്റുന്നതിന് പിന്നിൽ നമ്മുടെ എറണാകുളം KV തോമസിൻ്റെ കൈരങ്ങളും അദ്ദേഹത്തിൻ്റെ ചരടുവലിയും അദ്ദേഹം അവിടെ കേരള ഹൗസിൽ ഉണ്ടാക്കി വെച്ച അപ്പക്കഷ്ണങ്ങളും ഒക്കെ ആയിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്ന് വേണം പറയാൻ. ഇതിനകത്ത് മറ്റ് സാമ്പത്തിക അഴിമതി ഉണ്ട് എന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് വീണ വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാക്ഷാൽ പിണറായി വിജയൻ നേരിട്ടിറങ്ങിയതിൻ്റെ പരിണിത ഫലമാണ് ഈ ജഡ്ജിയുടെ സ്ഥലമാറ്റമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ് എനിക്കും വിശ്വസിക്കാൻ താല്പര്യമുള്ളത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. സാധാരണക്കാരന് മാത്രമേ നീതി നിഷേധിക്കപ്പെടുന്നുള്ളൂ. സാധാരണക്കാരന് മാത്രമേ അപ്പീലിൻ്റെ പുറത്തായിട്ട് പോയാലും ചിലപ്പം രേഖകൾ അവൻ അനുകൂലമല്ല എങ്കിൽ സത്യം എത്ര അവൻ്റെ ഉള്ളിൽ കിടന്ന് തികട്ടി വന്നാലും രക്ഷപ്പെടാൻ സാധിക്കാതെയുള്ളൂ. രാഷ്ട്രീയക്കാർക്കും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ഒക്കെ ഇതൊക്കെ സാധിക്കുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇന്നും ഇവർക്കൊക്കെ ജയ് വിളിക്കുന്നതെന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.